മഴയെത്തുമ്പോഴേ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. എനിക്ക് മാത്രമല്ല, എനിക്കും. അല്ല, കേൾവിക്കാർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് എല്ലാവർക്കും. താരം പതിപ്പിച്ച കൂടാരം, രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കിളിയാളും പാടും താഴ്വാരം, എല്ലാം നമുക്കിന്നു സ്വന്തം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. അത് ഈ പറഞ്ഞ ഭൂതത്താൻകെട്ടിൽ വെച്ചിട്ടായിരുന്നു എഴുതിയത്. എൻ്റെ പാട്ട് ആദ്യമായിട്ട് പാടുന്ന സിനിമാ നടൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, കലാഭവൻ മണിയാണ്. കാന്താര സിനിമ ആണ് ഇപ്പോഴത്തെ ഒരു എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ സിനിമ. ഇത്തവണ അത് വന്നപ്പോൾ 5 പാട്ടുകൾ മലയാളത്തിൽ എഴുതാനുള്ള ഒരു അവസരം ലഭിച്ചു. നാടകങ്ങളോടാണ് പ്രിയം. സംഗീതാധ്യാപകൻ, ഗാനരചയിതാവ് തുടങ്ങി വിവിധ മേഖലകളിലേക്ക് എത്തി. ഈ ഒരു ജേർണിയെ കുറിച്ച് ഞങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. നാടകം എന്ന് പറയുന്നത് എന്തുകൊണ്ടോ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കലയായിരുന്നു. അപ്പോൾ അന്ന് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ തന്നെ കുറേ സുഹൃത്തുക്കളായിട്ടുള്ള സമപ്രായക്കാരായ കുട്ടികളൊക്കെ കൂടി നാടകങ്ങൾ ചെയ്യും. എനിക്ക് തോന്നുന്ന ഒരു 5-ാമത്തെ വയസ്സിലൊക്കെ നാടകത്തിൽ അഭിനയിച്ചു തുടങ്ങി. നാടകത്തിൽ അഭിനയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നാടകങ്ങളൊന്നുമല്ല, അതായത് കുടുംബക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി മുണ്ടൊക്കെ മറയാക്കി ഒരു ചെറിയ സ്റ്റേജൊക്കെ വീടിൻ്റെ മുമ്പിൽ തന്നെ മരക്കമ്പും അല്ലെങ്കിൽ മുളയും ഒക്കെ കുത്തി ഞങ്ങൾ തന്നെ കെട്ടി അവരെല്ലാവരും വിളിച്ചു, ഇന്ന് വൈകുന്നേരം നാടകം കൊണ്ട് എല്ലാവരും വന്നം എന്ന് പറയും. അപ്പോൾ എല്ലാ വീട്ടുകാരും കൂടി വന്ന് നാടകമൊക്കെ കാണും. അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അതൊരു ശീലമായി വളർന്നു. അങ്ങനെ എനിക്ക് നാടകം ഒരു ഹരമായി. അങ്ങനെ അക്കാലത്ത് തന്നെയാണ് എൻ്റെ ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മ സംഗീത അധ്യാപികയായിരുന്നുകൊണ്ട് എന്നെ ചെറുപ്പത്തിലെ താളവാദ്യങ്ങൾ അഭ്യസിപ്പിച്ചു. ഞാൻ മൃദംഗമാണ് പഠിച്ചത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പഠിച്ച് ഈ നാടകവും ഒക്കെ ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് അങ്ങനെ ജേർണലിസം കഴിഞ്ഞ് അങ്ങനെ ജോലിക്ക് വേണ്ടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിനൊക്കെ ശേഷം അപ്രതീക്ഷിതമായിട്ടാണ് സംഗീത അധ്യാപകനായി വരുന്നത്. അത് ഈ താളവാദ്യങ്ങൾ പഠിച്ചതുകൊണ്ട് എനിക്കുണ്ടായ ഒരു വലിയ ഗുണമാണ് ഈ സംഗീതാധ്യാപകനായിട്ടുള്ള ഒരു വരവ്. അത് അപ്രതീക്ഷിതമായിട്ട് വന്നു ചേർന്നൊരു യോഗം എന്ന് തന്നെ പറയാം. അമ്മയുടെ വഴിയിൽ തന്നെ, അമ്മ സംഗീതാധ്യാപികയായിരുന്നു, അതേ വഴിയിൽ തന്നെ എനിക്ക് സഞ്ചരിക്കാനും വളരെ കാലം സ്കൂളിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാനും കഴിഞ്ഞു. ആ സമയത്ത് ഒക്കെയാണ് സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ഈ ഒരു 10-20-21 വയസ്സ് മുതൽ എൻ്റെ ഭക്തിഗാന സമാഹാരങ്ങൾ ഇറങ്ങി തുടങ്ങി. ഒരുപാട് ഭക്തിഗാനങ്ങൾ എഴുതി, പ്രാദേശികമായിട്ടുള്ളതും അല്ലാതെ അങ്ങനെ വന്ന് ഈസ്റ്റ് കോസ്റ്റിലെത്തി. ഈസ്റ്റ് കോസ്റ്റിൽ നിന്നാണ് കുറച്ചുകൂടി വൈഡ് റേഞ്ചിലുള്ള ഒരു എൻ്റെ പാട്ടുകൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ഈസ്റ്റ് കോസ്റ്റിൽ കൂടിയാണ്. സ്കൂൾ അധ്യാപകനായിരിക്കുന്ന കാലത്താണ് എനിക്ക് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ സുഹൃത്തുക്കൾ വഴിയാണ് എനിക്ക് സിനിമയിലേക്ക് ചാൻസ് കിട്ടുന്നത്. അങ്ങനെ സിനിമയിലും എത്തിച്ചേരുന്നു. എനിക്ക് മുൻപൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് നാടകം എഴുതാൻ ഒരുപാട് ആശയങ്ങളും തീമുകളും ഒക്കെ വന്നിരുന്നെങ്കിലും ഇതെനിക്ക് പലപ്പോഴും എഴുതാൻ പറ്റില്ല. അന്ന് എഴുത്തിൽ നമ്മളങ്ങനെ എന്താ പറയുക, ഈ മെറ്റീരിയലിൻ്റെ അഭാവവും അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം നമുക്ക് എഴുതാനേ പറ്റുന്നൊരു മൂഡല്ല അന്ന്. അത് പിന്നെ എപ്പോഴും ഉണ്ട്, പരീക്ഷയുടെ തലേദിവസം ആകുമ്പോഴായിരിക്കും നമുക്ക് എഴുത്തിനുള്ള ത്വര കൂടുക. അപ്പോൾ ഒരു പരീക്ഷ കഴിഞ്ഞ് എഴുതാം എന്ന് വിചാരിക്കും, പരീക്ഷ കഴിഞ്ഞ് എഴുതാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അതൊക്കെ കടന്ന് നമ്മൾ എഴുത്തിലേക്ക് സജീവമായ ശേഷം ഇപ്പോൾ എന്ത് വിചാരിച്ചാലും എഴുതാൻ കഴിയും. എന്തെങ്കിലും നിർബന്ധിതമായിട്ട് എഴുതാൻ പറഞ്ഞാലും ഒരു ദിവസം കൊണ്ട് എഴുതാൻ പറ്റുന്ന ഒരു മൂഡിലേക്ക് നമ്മൾ എത്തിച്ചേർന്ന ശേഷം ഈ 2019 ആയപ്പോൾ ഞാൻ കുറേ നാടകങ്ങൾ, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പല നാടകങ്ങളും ഞാൻ ആവിഷ്കരിച്ചു. അപ്പോൾ അതിലൊരു നാടകം എടുത്തുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ആപ്പിൾ കാർട്ട് തിയേറ്റർ ഗ്രൂപ്പ് എന്ന പേരിൽ തൃപ്പൂണിത്തുറയിൽ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ കൂടി വീണ്ടും ചേർന്ന് ഒരു അമച്വർ നാടക ഗ്രൂപ്പ് സ്ഥാപിക്കുകയും ആ ഗ്രൂപ്പ് സ്ഥാപിച്ച് അതിലൂടെ ഞങ്ങളുടെ ആദ്യത്തെ നാടകം കൽവിളക്കുകൾ സാക്ഷി എന്ന് പറയുന്ന വേലുത്തമ്പി ദളവയുടെ അവസാന നിമിഷങ്ങൾ മാത്രം ഉൾക്കൊള്ളുന്ന 2 പ്രധാന കഥാപാത്രങ്ങൾ മാത്രമുള്ള ഒരു നാടകം. ഒരു വർഷത്തോളം അത് പ്രാക്ടീസ് ചെയ്ത് രംഗത്തെത്തിക്കാറായപ്പോൾ പെട്ടെന്ന് കൊറോണ വന്ന് എല്ലാം തകർത്ത് കളഞ്ഞു. അങ്ങനെ 2021 അത് തൃപ്പൂണിത്തുറ ലായം കുത്തമ്പലത്തിൽ ആ നാടകം അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഫീൽഡിൽ സജീവമായി. അതിനുശേഷം 2022 വന്ദേ മാതരം എന്ന് പറയുന്ന ലേഡി ഗ്രിഗറിയുടെ ഒരു നാടകമുണ്ട്. അതിൻ്റെ ഒരു എസൻസ് മാത്രം എടുത്തുകൊണ്ട് ഞാൻ എഴുതിയ ഒരു നാടകം അത് അവതരിപ്പിച്ചു. അത് ഞങ്ങൾക്ക് 10-12 സ്റ്റേജ് അവതരിപ്പിക്കാൻ കഴിഞ്ഞു. MG സോമൻ ഫൗണ്ടേഷൻ്റെ തിരുവല്ല നടത്തിയ ആദ്യ നാടക മത്സരത്തിൽ ഞങ്ങളുടെ നാടകത്തിന് 3ാം സ്ഥാനം ലഭിച്ചു. എനിക്ക് ബെസ്റ്റ് ആക്ടറും ബെസ്റ്റ് റൈറ്ററും ബെസ്റ്റ് സ്ക്രിപ്റ്റും അങ്ങനെ ഒരു പുരസ്കാരം ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ വളരെ സജീവമായി. അതിനുശേഷം ഞങ്ങൾ നിരവധി നാടകങ്ങൾ ഇപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പട്ടം പോലെ സിനിമയിൽ എനിക്ക് ഈ ലൊക്കേഷൻ കാണുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വരും. മഴയെത്തുമഴയെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. എനിക്ക് മാത്രമല്ല, എനിക്കും. അല്ല, കേൾവിക്കാർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം
ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. അതിൻ്റെ ഒരു പിറവി എന്ന് പറയുന്നത് വളരെ രസകരമായൊരു പിറവിയായിരുന്നു. ഇത് മഴയെ എന്ന് പറഞ്ഞ് ആരംഭിക്കാം എന്ന് പറയുന്നത് എം ജയചന്ദ്രൻ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ മഴയെ തൂമഴയെ എന്നുള്ള ഒരു 2 വരിയൊക്കെ ഒരുക്കിയ ശേഷം ഞങ്ങൾ മദ്രാസിൽ നിന്ന് തിരിച്ച് എറണാകുളത്ത് വന്ന് എറണാകുളത്ത് വെച്ചിട്ടാണ് ബാക്കിയുള്ള വരികൾ എഴുതുന്നത്. ഒരു ദിവസം കൂടി സമയമെടുത്ത് ഞാൻ ബാക്കിയുള്ള വരികൾ എഴുതുക, അങ്ങനെ പൂർത്തിയായ ഒരു പാട്ടാണ്. ആ പാട്ട് പാടി വന്നപ്പോൾ അതിൻ്റെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ലെവലിലേക്കാണ് അതിൻ്റെ അത് എത്തിച്ചേർന്നത്. അത് 2 ഗായകരും ഹരിജനാണെങ്കിലും മൃദുലയാണെങ്കിലും വളരെ മനോഹരമായിട്ട് പാടി. ഇപ്പോഴും അത് കേൾക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് എല്ലാവർക്കും. അപ്പോൾ അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഓർക്കാനുള്ള മറ്റൊരാളെന്ന് വെച്ചാൽ കണ്ണൻ ചേട്ടനാണ്, എൻ്റെ പ്രോഗ്രാമർ. മലയാളത്തിലെ പ്രശസ്തനായ പ്രോഗ്രാമറായിരുന്നു അദ്ദേഹമാണ്. ആ പാട്ടുകൾക്ക് പിന്നിൽ ഇന്ന് നമ്മുടെ ഒപ്പം ഇല്ല ആള്, പക്ഷേ പുള്ളിയും ഞാനെപ്പോഴും അത് ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർക്കും. ജെറി ബൽദേവ് സാറിൻ്റെ ഒരു പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ സാറിൻ്റെ പാട്ടുകൾ എന്ന് പറയുന്നത് എന്താ പറയുക, വളരെ കുട്ടിക്കാലം മുതൽ തന്നെ നമ്മൾ കേട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഗീത സംവിധായകൻ. കുട്ടിക്കാലത്ത് കേട്ടു വളർന്ന ഇത്രയും സീനിയറായിട്ടുള്ളൊരു സംഗീത സംവിധായകൻ്റെ ഒപ്പം എനിക്ക് വർക്ക് ചെയ്യാനുള്ള ആദ്യ അവസരം തന്നത് എബ്രഡ് ഷൈനാണ്. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അങ്ങനെ ആണ് പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ടും പിന്നെ ഊഞ്ഞാലിലാടി വന്ന കിനാവെങ്ങും മാഞ്ഞു പോയി എന്നുള്ള 2 പാട്ടുകൾ, മനോഹരമായ 2 പാട്ടുകൾ അദ്ദേഹത്തിനൊപ്പം അന്ന് സിനിമയിൽ ചെയ്യാൻ കഴിഞ്ഞു. ചില ആളുകൾക്ക് ചിലപ്പോൾ എന്താ പറയുക, ചില പ്രത്യേകതരം പാട്ടുകളിൽ മാത്രമായിട്ട് പെട്ടുപോകാറുണ്ട്. ഇതിന് മറ്റേ ആളെ വിളിക്കാം, അദ്ദേഹത്തിന് അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതൊന്നും അല്ലാതെ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആദ്യമേ തന്നെ കിട്ടിയെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നാടൻ പാട്ട് മാത്രം എഴുതുന്ന ഒരാളായിട്ട് ഒതുങ്ങിപ്പോയാൽ പിന്നെ അതിൽ തന്നെ എല്ലാവരും വിളിക്കുള്ളൂ. അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള പാട്ടുകളും, ഇപ്പോൾ എനിക്ക് യേശുദാസിൻ്റെ കഴിഞ്ഞ പടത്തിൽ ചിത്രിയിൽ ശൈലനന്ദിനി ശ്രീതളാംഗി എന്നുള്ള പാട്ട് രഞ്ജൻ രാജൻ്റെ സംഗീതത്തിൽ എഴുതി. അത് സംസ്കൃതവും മലയാളം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു, ഞാൻ എഴുതാൻ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ അത് എഴുതാൻ പറ്റി. അതേസമയം ഇപ്പുറത്ത് വെള്ളാരം കണ്ടുള്ള വെള്ളിമൂങ്ങ അല്ലെങ്കിൽ ഡാഡി മൈ ഡാഡി, ഇങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളെ എഴുതാൻ എനിക്ക് കിട്ടിയതാണ് ഏറ്റവും വലിയ ഭാഗ്യം. സിനിമയിൽ പലതരത്തിലുള്ള ഭാഷകളും എഴുതേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മലയാളം മാത്രമല്ല, മലയാളവും തമിഴും ഹിന്ദിയും കൂടി ഒറ്റ ഗാനത്തിൽ എഴുതിയിട്ടുണ്ട്. നാദർശേഖര പടത്തിൽ, അമർ അക്ബർ അന്തോണിയിൽ, അങ്ങനെ 3 ലാംഗ്വേജും ഞാൻ തന്നെ കൈകാര്യം ചെയ്തേക്കുന്നത്. അത് നമ്മുടെ പരിമിതമായ അറിവിൽ നിന്നാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. കാര്യം സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു മേക്കിംഗ് ആണല്ലോ. അങ്ങനെ എനിക്ക് തോന്നുന്നു 2-3 പടങ്ങളിൽ ഞാൻ അത്യാവശ്യം തമിഴ് കലർത്തിയിട്ടുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. സിനിമയിലെ നായകന്മാർക്ക് പാട്ടെഴുതിയ ഒരാളാണ്. അതെ, ഒരുവിധം എല്ലാ നായകന്മാർക്കും എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതൊരു ഭാഗ്യമാണ്, വലിയൊരു ഭാഗ്യമാണ്. ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ പാട്ട് ആദ്യമായിട്ട് പാടുന്ന സിനിമാ നടൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, കലാഭവൻ മണിയാണ്. അത് ശരി. അപ്പോൾ കലാഭവൻ മണി നമ്മുടെ റെഡ് സല്യൂട്ട് എന്ന് പറഞ്ഞ വിനോദ് വിജയൻ്റെ സിനിമയിൽ അലക്സ് പോളിയുടെ സംഗീത സംവിധാനത്തിൽ പൈനാപ്പിൾ സുന്ദരനല്ല എന്നുള്ള പാട്ട് പാടുന്നു. അത് 2007-ഓ 2009-ഓ മറ്റോ ആണെന്ന് എൻ്റെ ഓർമ്മ. അദ്ദേഹമാണ് എൻ്റെ പാട്ട് പാടുന്ന ആദ്യത്തെ നടൻ. അതിനുശേഷം കിട്ടിയ സൗഭാഗ്യം എന്ന് വെച്ചാൽ മലയാളത്തിലെ ഒരുപാട് പേര്, അത് ലിസ്റ്റ് പറഞ്ഞാൽ കുറേ ഉണ്ട്. അതായത് ജയസൂര്യ പിന്നെ പാടി സൂപ്പർ ഹിറ്റായിട്ടുള്ള പുണ്യാളനഗർ ബത്തീസിലെ പാട്ട്, ആശിച്ചവൻ ആകാശത്തിനാനെ കിട്ടി, പിന്നെ പൃഥ്വിരാജ് പാടി ആദം ജോണിൽ, ഇന്ദ്രജിത്ത് പാടി, പിന്നെ കുഞ്ചാക്കോ പാടി ഗിറില്, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, മേഘന രാജ്, സോണ നായർ, ഇന്നസെന്റ് ഏടൻ, അങ്ങനെ മോഹൻലാൽ. അതെ, അത് ആദ്യം പറയേണ്ടതാണെങ്കിൽ പോലും ഞാൻ ഓർത്തു വരാം, അത് ലിസ്റ്റ് വലുതാ. കലാഭവൻ ഷാജോൺ, അങ്ങനെ നിരവധി ആർട്ടിസ്റ്റുകൾ ഞാൻ എഴുതിയ പാട്ടുകൾ പാടി. ദുൽഖർ സൽമാൻ 3 പാട്ട് പാടി, ജയസൂര്യ 2 പാട്ട് പാടി, സുരേഷ് ഗോപി ചേട്ടൻ പാടി. പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ടുകൾ ബാംഗ്ലൂർ ഡേയ്സ്, മംഗല്യം തന്തുനാനേന. അത് ഏതൊരു അഭിമുഖത്തിലാണെങ്കിലും അത് പറയാതെ പോകാറില്ല. പക്ഷെ ഈ പാട്ടിന്റെ അർത്ഥം നീ കല്യാണം കഴിച്ചാൽ കുടുക്കിൽപ്പെടും എന്നുള്ളൊരു വിഷയമാണത് പറയുന്നത്. പക്ഷെ ആ പാട്ട് വെച്ചിട്ടാണ് നമ്മുടെ കല്യാണങ്ങൾക്ക് പലരും ആഘോഷിക്കുന്നത്. അവരോട് പറയുന്നത് ഇതാണ് വിഷയം എന്ന്, ആ ഒരു വിഷയമാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ അവിടെ കല്യാണ സ്ഥലത്തോടെ അത് വെച്ച് ആഘോഷിക്കുന്നത് അവർ നിഷ്കളങ്കമായിട്ട് ആഘോഷിക്കുന്നതാണ്. ആ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് അവർക്കിപ്പോൾ അതിൻ്റെ ഒരുപാട് അർത്ഥം നോക്കിയൊന്നുമല്ലോ. ചിലപ്പോൾ നമ്മളൊരു സ്ഥലത്തൊരു പാട്ട് പാടുമ്പോൾ അത്രയധികം അത് എന്താ പറയുക എടുത്ത് കൊണ്ടാടുന്നു. അത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്.
താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം ചോലകളും കിളിയാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്നു സ്വന്തം. എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അത്. ഈ പറഞ്ഞ ഭൂതത്താൻകെട്ടിൽ വെച്ചിട്ടായിരുന്നു എഴുതിയത്. അത് നല്ല രസകരമായ ഒരു ഓർമ്മയായിരുന്നു. സുഗീതും ഒക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വന്ന് ഇതുപോലെ കഥകൾ പറയും, അതായത് സിനിമയുടെ കഥയുടെ ഭാഗങ്ങൾ പറയും. അടുത്ത പുലരിയിൽ അല്ലെങ്കിൽ ആ രാത്രി മുതൽ ഞാൻ എഴുതാനിരിക്കും. ശ്രീതടവനെയാണ് മ്യൂസിക്. അങ്ങനെ ആ സമയത്തുണ്ടായ നല്ല വളരെ ഒരു പ്രിയപ്പെട്ട പാട്ട്. ഇപ്പോൾ ഈ കാലത്താണ് അന്നത്തേക്കാൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു കാലത്ത് ആ സിനിമ പാട്ട് വന്നെങ്കിലും അത് അന്ന് കൊണ്ടാടാതെ ഇപ്പോഴാണ് ആ പാട്ടിന് ഭയങ്കരമായിട്ട് ഇപ്പോൾ റീൽസും അല്ലെങ്കിൽ അതിലൊക്കെ ഒരുപാട് ആ പാട്ട് കേൾക്കാം. അതിൻ്റെ വരികൾ അതിൻ്റെ പല ഭാഗങ്ങളായിട്ട് കേൾക്കാം. കാന്താര സിനിമ ആണ് ഇപ്പോഴത്തെ ഒരു എൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ സിനിമ. അത് എല്ലാവർക്കും അറിയാം. കാന്താര ഇപ്പോൾ വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബോക്സ് ഓഫീസിൽ. അത് ഋഷഭ് ഷെട്ടിയുടെ മറ്റേ കാന്താര 1 ഞാൻ കുറച്ച് സഹകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ അത് വന്നപ്പോൾ 5 പാട്ടുകൾ മലയാളത്തിൽ എഴുതാനുള്ളൊരു അവസരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പവും അജനീഷ് ലോകനാഥിൻ്റെ ഒപ്പവും ഒക്കെ ഒരു 5 ദിവസത്തോളം ബാംഗ്ലൂർ തങ്ങി അവിടെ ഇരുന്നുകൊണ്ടാണ് അവരുടെ കൂടെ ഇരുന്ന് പാട്ടുകൾ എഴുതിയത്. അത് വളരെയധികം ഒരു ഡബ്ബിംഗ് പടത്തിലെ പാട്ട് പോലെ അല്ലാതെ എഴുതാനായിട്ട് ശ്രദ്ധിച്ചതുകൊണ്ട് ആ പാട്ടുകൾക്ക് നല്ല അഭിപ്രായം പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. മഴനില കുളിരുമായി വേനൽ തൂവൽ വീശും മൊഴിയിലും മധുരമായി മൗനം കഥ പറയും. പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമാണല്ലേ? പാട്ട് പാടാൻ നമ്മൾ എപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്നില്ല. ഇപ്പം അറിയാതെ സമയങ്ങളിൽ പാട്ട് പാടാൻ മൂടുണ്ടെങ്കിൽ പാടും. അതല്ലേ? അതായത് നമുക്ക് വേണ്ടി മാത്രം. അല്ലാതെ ഞാനൊരു പാട്ടുകാരനൊന്നുമല്ല. കാരണം വെച്ചാൽ ഞാൻ ഈ ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ചിട്ടില്ല. ഈ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു സംഗീതം ഉണ്ടെന്ന് അല്ലാതെ ശാസ്ത്രീയമായിട്ട് ഞാൻ ഒരു ഗുരുമുഖത്ത് നിന്ന് സംഗീതം അഭ്യസിച്ചിട്ടില്ല. ഞാനൊരു ഗായകനൊന്നും അല്ല. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ പോലും എൻ്റെ ശബ്ദം കേട്ടിട്ട് ചില ആൾക്കാർ സിനിമയിൽ പാടിച്ചിട്ടുണ്ട് എന്നുള്ള വസ്തുത എത്ര പേർക്ക് അറിയാമെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും പറയുമ്പോൾ ചാവേർ സിനിമയിലത്തെ ഇതുണ്ടല്ലോ, എന്താ പറയുക, മലവാഴും ദൈവത്താരേ, അത് ഞാനാ പാടിയത്. എൻ്റെ ശബ്ദമാണ് ഇപ്പോൾ റീലുകളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന അത്. ആ പടത്തിലെ 2 പാട്ടുകളിലും എൻ്റെ ശബ്ദം ജസ്റ്റിന് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പിന്നെ പൂഴിക്കടക് എന്ന പടത്തിന് വേണ്ടിയിട്ട് കുറച്ച് റാപ്പ് പോലത്തെ പോർഷൻ പാടി. നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറച്ച് പാടി. ഇതുപോലത്തെ റാപ്പ് പോലത്തെ ചില സാധനങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ചില ശബ്ദങ്ങൾ ആവശ്യം വേണ്ടി വരുമ്പോൾ എൻ്റെ ശബ്ദം ഓർക്കുന്ന എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സംഗീത സംവിധായകർ വിളിക്കും. എനിക്ക് പറ്റിയൊരു മിസ്സിങ്ങിനെ കുറിച്ചുകൂടി ഇപ്പോൾ ഞാൻ പറയാം. കാരണം വെച്ചാൽ വളരെ തിരക്കിൽ നിൽക്കുമ്പോഴാണ് കാന്താരയിൽ, നമ്മുടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന കാന്താരയിൽ അജനീഷ് എൻ്റെ ശബ്ദം കേട്ടിട്ട് കുറച്ച് റീ റെക്കോർഡിന് വേണ്ടി കുറച്ച് സാധനം പാടിത്തരാമോ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ എനിക്കത് അതിനുവേണ്ടി അവിടെ നിൽക്കാനുള്ള സമയം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അത് മിസ്സായി പോയൊരു സങ്കടം ഈ അവസ്ഥയിൽ ഞാൻ പറയാം. കംഫർട്ടബിൾ ആയ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ സിനിമകളൊക്കെ ഒരുപാട് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഒരാളെ എടുത്ത് പറയാൻ ബുദ്ധിമുട്ടാവും. എന്നാലും അല്ല, അതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ കംഫർട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡയറക്ടറുമായിട്ട് കംഫർട്ട് ആവുന്നതെന്ന് വെച്ചാൽ ഡയറക്ടർക്ക് വ്യക്തമായ ഒരു ധാരണ ഈ നമ്മൾ എഴുതേണ്ട പാട്ടിനെ കുറിച്ചും സിറ്റുവേഷനെ കുറിച്ചും ഉണ്ടെങ്കിൽ അതവരെ നമുക്ക് കൃത്യമായിട്ട് പകർന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ് ആരുമായിട്ടും. അത് പുതിയ ആളാവട്ടെ പഴയ ആളാവട്ടെ. ഇവിടെ ഇത് എക്സ്പീരിയൻസ് അനുസരിച്ച് വേരി ചെയ്യും അതിൻ്റെ ആ പറഞ്ഞു തരുന്ന രീതികളും അതൊക്കെ. അപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സമയം പുതിയ ആളുകളാകുമ്പോൾ ഇപ്പം നമ്മളെക്കാൾ ഇളയ എത്രയോ കുട്ടികൾ സിനിമ എടുക്കാൻ വരുന്നു ഡയറക്ടർമാരായിട്ട്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ആദ്യത്തെ ഒരു അനുഭവമായിരിക്കാം. അപ്പോൾ നമുക്ക് നമുക്ക് കൃത്യമായിട്ട് കാര്യം പറഞ്ഞു തന്നാൽ നമ്മൾ ആരുമായിട്ടും കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. പുതിയ വർക്കുകൾ ഇപ്പോൾ പ്രസൻറ്റ് ഞാനിപ്പോൾ ഷാജി കൈലാസ് സാറിൻ്റെ സിനിമ എഴുതുന്നുണ്ട്. പിന്നെ എബ്രിഡ് ഷൈൻ സിനിമകളുണ്ട്. പിന്നെ പ്രകമ്പനം എന്ന് പറയുന്ന സിനിമ എഴുതുന്നുണ്ട്. അങ്ങനെ പല പടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ.